യുവജന സമാജം, ദേവീവിലാസം ഭജന സമിതി മുട്ടുചിറ, ശ്രീദേവി യുവജന സമാജം ചെറുവമ്മുട്ടം, ശ്രീ മഹാദേവ യുവജന സമാജം ചെറുവമ്മുട്ടം, ശ്രീഭദ്ര സേവാസമിതി ഇളങ്കാവ്, പാപ്പാഞ്ചിറ യുവജന സമിതി, കുരുത്തിമല ഹൈന്ദവ സേവാ സമിതി, ചെന്തുതിര യുവജന സമാജം എന്നീ കാവടി കുംഭകൂട ഘോഷയാത്രകൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ഗജമേള സമാരംഭിക്കുകയാണ്. ആനച്ചമയങ്ങളില്ലാതെ സഖിപുത്രന്മാർ അണിനിരക്കുന്ന ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗജരാജ സംഗമം എത്തിയ ഉത്സവപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലുമൊക്കെ ആസ്വാദക ലക്ഷങ്ങളുടെ ആവേശം വാനോളമേറ്റിയ ഗജരാജാക്കന്മാർ ഓരോന്നായി നമ്മുടെ ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക്, ക്ഷേത്രത്തിന്റെ തെക്കേ മൈതാനത്തേക്ക് കടന്നു വരികയാണ്. 2026 തിരുവുത്സവത്തിന്റെ ഗജരാജ സംഗമത്തിൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ഗജരാജ സംഗമത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് മുണ്ടക്കൽ ശിവനന്ദൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ എതിരേൽപ്പിന് പൊന്നലങ്കാവ് തങ്കത്തിനം എത്തിയ മുണ്ടക്കൽ ശിവനന്ദൻ 2026 ഇത്തിത്താനം ഗജമേളയിലേക്ക് ഇളങ്കാവ് ദേവസ്വം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഗജരാജൻ തൊടുപുഴ മുണ്ടക്കൽ ശിവനന്ദൻ, തൊടുപുഴ മുണ്ടക്കൽ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള മുണ്ടക്കൽ ശിവനന്ദൻ, പായിപ്പാട് ബിജി, അമൽ കമലേശ്വരൻ എന്നിവർ കൈപിടിച്ച് നടത്തുന്ന മുണ്ടക്കൽ ശിവനന്ദനാണ് ചുമതലയിൽ എത്തിച്ച ഗജരാജൻ. മുണ്ടക്കൽ ശിവനന്ദൻ തൊടുപുഴ. രണ്ടാമതായി കിടന്നു വരുന്നത് അരുണിമ പാർത്ഥസാരഥി. പുലക്കമലയിലെ ആദിവാസമത്തിലെ പാട്ടമ്പലത്തിൽ നിന്നും ആരംഭിച്ച ഹൈന്ദവ സേവാ സമിതിയുടെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ അരുണിമ പാർത്ഥസാരഥി. മയ്യനാട് രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള അരുണിമ പാർത്ഥസാരഥി, കൊല്ലം പ്രദീപ് കൈപിടിച്ച് നടത്തുന്ന അരുണിമ പാർത്ഥസാരഥി ഹൈന്ദവ സേവാ സമിതിയുടെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ഇളങ്കാവിലമ്മയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്ന അരുണിമ പാർത്ഥസാരഥിയാണ് ഇപ്പോൾ ആസ്വാദകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഗജമേള നടക്കുന്ന ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറ് അറ്റത്തായിട്ട് അരുണിമ പാർത്ഥസാരഥി. അടുത്തതായി എത്തിച്ചേരേണ്ടത് കടന്നു വരുന്നു. ചെമ്പുചിറ യുവജന സമാജത്തിന്റെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ വേണാട്ടുമച്ചൻ ഗോപാലൻകുട്ടി, പാല വേണാട്ടുമച്ചൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വേണാട്ടുമച്ചൻ ഗോപാലൻകുട്ടി, ഷിബു കൈപിടിച്ച് നടത്തുന്ന വേണാട്ടുമച്ചൻ ഗോപാലൻകുട്ടി എന്ന ഗജരാജൻ ഇതാ ആസ്വാദകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാവുകയാണ്. 2026 ഇത്തിത്താനം ഗജമേളയിൽ ചെമ്പുചിറ യുവജന സമാജം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഗജരാജൻ വേണാട്ടുമച്ചൻ ഗോപാലൻകുട്ടിയാണ് ഇപ്പോൾ ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമായി അതിനായി നിശ്ചയിച്ച സ്ഥലത്തേക്ക് നീങ്ങുന്നത്. ചിറക്കൽ ശബരിനാഥ്, ചിറക്കൽ ശബരിനാഥ് മുട്ടുചിറ ദേവീവിലാസം ഭജന സമിതിയുടെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ചിറക്കോട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ആമ്പാടി ബാലൻ അതിന് തൊട്ട് പിന്നിലായി കടന്നു വരേണ്ടതാണ്. മുട്ടുചിറ ദേവീവിലാസം ഭജന സമിതിയുടെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ ചിറക്കൽ ശബരിനാഥ തൃശൂർ ചിറക്കൽ ചിത്തിലപ്പള്ളി ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള ചിറക്കൽ ശബരിനാഥ് ഇതാദ്യമായി ഇത്തിത്താന ഗജമേളയുടെ ഭാഗമാവുകയാണ്. ചിറക്കൽ ശബരിനാഥ് ഇത്തിത്താനങ്ങളുടെ പ്രിയപ്പെട്ട ചാലച്ചിറ രാജീവ്
കൈപിടിച്ച് നടത്തുന്ന ചിറക്കൽ ശബരിനാഥ് ആസ്വാദക ബൃന്ദത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗജമേളയിലേക്ക് കടന്നു വരുന്ന 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമായിക്കൊണ്ട് ഗജരാജൻ തൃശൂർ ചിറക്കൽ ശബരിനാഥ് ചാലച്ചിറ രാജീവ് കൈപിടിച്ച് നടത്തുന്ന ചിറക്കൽ ശബരിനാഥാണ് 2026 ചാലച്ചിറ രാജീവ് ഗോകുലം കൈപിടിച്ച് നടത്തുന്ന മുട്ടച്ചിറ ദേവി വിലാസം ഭജന സമിതിയുടെ കൊണ്ടുപോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ തൃശൂർ ചിറക്കൽ ശബരിനാഥാണ് ഇപ്പോൾ ഗജമേളയിലേക്ക് കടന്നു വരുന്നത്. അടുത്തതായി ആമ്പാടി ബാലൻ പൊൻപുഴ കൈപിടിച്ചുകൊണ്ട് ആമ്പാടി ബാലൻ 2026 ഇത്തിത്താന ഗജമേളയിലേക്ക് കടന്നു വരുന്നു. ആമ്പാടി ബാലൻ പൊൻപുഴ യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ആമ്പാടി ബാലനാണ് ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. ആസ്വാദക വൃന്ദങ്ങൾ എന്നും ആവേശത്തിൽ ആറാടിക്കുന്ന കൊല്ലം പുത്തൻകുളം ആമ്പാടി ബാലൻ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമായിക്കൊണ്ട് പൊൻപുഴ യുവജന സമാജത്തിന്റെ കൈപിടിച്ച് കടന്നു വരുന്ന കൊല്ലം പുത്തൻകുളം ആമ്പാടി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള തളിക്കുളം നിഷാന്ത് കൈപിടിച്ച് നടത്തുന്ന പൊൻപുഴ യുവജന സമാജത്തിന്റെ ആമ്പാടി ബാലൻ 2026 ഇത്തിത്താനം ഗജമേളയിൽ പൊൻപുഴ യുവജന സമാജം അഭിമാന മത്സരം അവതരിപ്പിക്കുന്ന ഗജരാജൻ ആമ്പാടി രാജൻ കൊല്ലം പുത്തൻകുളം ആമ്പാടി രാജുവിന്റെ ഉടമസ്ഥതയിൽ ഉള്ള തളിക്കുളം നിഷാന്ത് വഴി നടത്തുന്ന ആമ്പാടി ബാലൻ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗജമേള നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി പട്ടാമ്പി മണികണ്ഠനും കീഴൂട്ട വിശ്വനാഥനും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പട്ടാമ്പി മണികണ്ഠൻ ചാലച്ചിറ ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ പട്ടാമ്പി മണികണ്ഠൻ, അതുപോലെ അമ്പലക്കുടി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ കീഴൂട്ട വിശ്വനാഥൻ എന്നീ 2 ആനകൾ കൂടി ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണമേ എന്ന് ദേവീ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് പട്ടാമ്പി മണികണ്ഠൻ. അടുത്തതായി ഉഷശ്രീ ശങ്കരൻകുട്ടി ചിറവമുട്ടം ശ്രീദേവി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി കീഴൂട്ട് വിശ്വനാഥൻ, അക്കരമേൽ മോഹനൻ, ചൈത്രം അച്ചു, ഉഷശ്രീ സംഘടന യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തുന്ന കീഴൂട്ട് വിശ്വനാഥനാണ് ഗജമേളയിലേക്ക് അടുത്തതായി കടന്നു വരുന്നത്. കീഴൂട്ട് വിശ്വനാഥൻ അമ്പലക്കുടി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ കീഴൂട്ട് വിശ്വനാഥൻ. വിശ്വനാഥൻ തെലങ്കാനയുടെ മൂലസ്ഥാനമായ അമ്പലക്കുടി യുവജന സമാജത്തിന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നു വന്ന ഗജരാജൻ കീഴൂട്ട വിശ്വനാഥൻ മന്ത്രി
2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമാകുന്നു. കീഴൂട്ട് വിശ്വനാഥ് അക്കിരമേൽ മോഹൻ ചിറവമുട്ടം മഹാദേവ യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവത്തെത്തിയ അക്കിരമേൽ മോഹൻ എന്ന ഗജരാജനാണ് അടുത്തതായി എത്തിച്ചേരുന്നത്. അക്കിരമേൽ മോഹൻ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ അക്കിരമേൽ മോഹൻ എന്ന ഗജരാജൻ ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ചിറവമുട്ടം മഹാദേവ യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ചിറവമുട്ടത്തെ ജനസമിതിയിൽ നിന്നും ആരംഭിച്ച കുംഭകുട ഘോഷയാത്ര ഇളങ്കാവിലമ്മയെ വണങ്ങി ആസ്വാദക സഹസ്രങ്ങളുടെ അഭിവാദ്യങ്ങളേക്ക് വാങ്ങി ഗജരാജൻ അക്കരമേൽ മോഹൻ ചിറവമുട്ടം മഹാദേവ യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയിലെത്തിയ അക്കരമേൽ മോഹനാണ് ഇപ്പോൾ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാവുന്നത്. ഗജരാജൻ അക്കരമേൽ മോഹൻ ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ ഗജരാജൻ ചൈത്രം അച്ചുവിനെ ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ ചൈത്രം അച്ചു ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ കോന്നി നടരാജന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വിപിൻ കൈപിടിച്ച് നടത്തുന്ന ചമ്രത്തികര വിപിൻ കൈപിടിച്ച് നടത്തുന്ന കോന്നി നടരാജന്റെ ഉടമസ്ഥതയിലുള്ള ചൈത്രം അച്ചു പലവട്ടം കുഞ്ഞവങ്കാവിൽ നിന്ന് താഴത്തിലും എത്തിയ ഗജരാജൻ ചൈത്രം അച്ചു ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ ചൈത്രം അച്ചു ഇവ ആസ്വാദക സഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമാവുകയാണ്. ഇനിയും ഈ ഗജമേളയിലേക്ക് കടന്നു വരുവാനുള്ളത് ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനുമാണ്. ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനും കോട്ടയത്തിന്റെ അഭിമാന താരങ്ങളായ 2 ഗജരാജാക്കന്മാർ അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തിന്റെ അഭിമാന താരങ്ങളായ ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനും ചിറവമുട്ടം ശ്രീദേവി യുവജന സമാജത്തിന്റെ കൈപിടിച്ച് കടന്നു വരുന്ന ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി തിരുസന്നിധിയിൽ നിന്നും ആരംഭിച്ച് പൊന്നിളങ്കാവിലമ്മയെ വണങ്ങിക്കൊണ്ട് ആസ്വാദക ശാസ്ത്രങ്ങളുടെ ഹർഷാരവങ്ങളിലേക്ക് കടന്നു വരുന്ന ഉഷശ്രീ ശങ്കരൻകുട്ടി അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തിന്റെ അഭിമാന താരമായ ഉഷശ്രീ ശങ്കരൻകുട്ടി ഏറ്റുമാനൂരപ്പന്റെ മാനസപുത്രൻ ഉഷശ്രീ രവീന്ദ്രനാഥിന്റെ ഉടമസ്ഥതയിലുള്ള അരൂർ പ്രവീണ് കൈപിടിച്ച് നടത്തുന്ന ഉഷശ്രീ ശങ്കരൻകുട്ടി ഉഷശ്രീ രവീന്ദ്രനാഥിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീദേവി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ കോട്ടയം ജില്ലയുടെ അഭിമാനകരമായിട്ടുള്ള ഏറ്റുമാനൂരപ്പന്റെ മാനസപുത്രൻ ഉഷശ്രീ ശങ്കരൻകുട്ടി ആസ്വാദക സഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമാവുകയാണ്. അടുത്തതായി കടന്നു വരുന്നത് പുതുപ്പള്ളി കേശവൻ അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തിന്റെ മറ്റൊരു അഭിമാന താരം പുതുപ്പള്ളി കേശവൻ ശ്രീ മഹാദേവി കാബഡി സംഘത്തിന്റെ കാബഡി ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ പുതുപ്പള്ളി കേശവനാണ് അടുത്തതായി 2026 ഇത്തിത്താന ഗജമേളയിലേക്ക് കടന്നു വരുന്നത്. പുതുപ്പള്ളി കേശവൻ കോട്ടയം ജില്ലയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനാണ് അടുത്തതായി പുതുപ്പള്ളി കേശവൻ ശ്രീ മഹാദേവി കാബഡി സംഘത്തിന്റെ കാബഡി ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ പുതുപ്പള്ളി കേശവൻ പലവട്ടം ഇത്തിത്താന ഗജമേളയിൽ പങ്കെടുക്കുകയും പൊന്നിളങ്കാവിലമ്മയുടെ സംഘത്തിലെത്തിയ ഗജരാജൻ പുതുപ്പള്ളി കേശവൻ കോട്ടയം ജില്ലയുടെ അഭിമാന താരമായിട്ടുള്ള ഗജരാജൻ പുതുപ്പള്ളി കേശവൻ
ഉടമസ്ഥതയിൽ കുന്നമ്പാലം മനോജ് കൈപിടിച്ച് നടത്തുന്ന പുതുപ്പള്ളി കേശവൻ എന്ന ഗജരാജൻ 2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമാകുന്നു. പുതുപ്പള്ളി കേശവൻ കൂടി എത്തുമ്പോൾ 2026 ഇത്തിത്താന ഗജമേളയിലെ എല്ലാ ആനകളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുതുപ്പള്ളി കേശവൻ കൂടി എത്തുന്നതോടുകൂടി 2026 ഇത്തിത്താന ഗജമേളയിലെ മുഴുവൻ ഗജരാജാക്കന്മാരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തിത്താന ഗജമേള ഉടനെ തന്നെ സമാരംഭിക്കുന്നു. ഈ ഗജമേളയുടെ 2026 ഇത്തിത്താന ഗജരാജ സംഗമത്തിന് 11 ഗജരാജാക്കന്മാരാണ് നടക്കുന്ന ഇത്തിത്താന ഗജമേളയിൽ ആമ്പാടി ബാലൻ, മുമ്പൊക്കെ ശിവനന്ദൻ, അരുണിന കണക്കുസാരി, ഗോവാൻകുട്ടി, ചിറക്കൽ ശബരിനാഥ്, പട്ടാമ്പി മണികണ്ഠൻ, അക്കരമേൽ മോഹൻ ചൈത്രമച്ചു, വിശ്വശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി കേശവൻ എന്നീ 11 ഗജരാജാക്കന്മാരാണ് കേരളത്തിന് അഭിമാന താരങ്ങളായിട്ടുള്ള എണ്ണം പറഞ്ഞ 14 കൊമ്പനാനകൾ അണിനിരക്കുന്ന 2026 ഇത്തിത്താനം ഗജരാജ സംഗമം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഗജമേള ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇത്തിത്താന ഗജമേളയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആനകളുടെ പുറത്ത് ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഇറങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആനപ്പുറത്ത് ആരും ഇല്ലാതെ ആനച്ചമയങ്ങളൊക്കെ ഒഴിവാക്കിയാണ് നമ്മൾ ഈ ഗജമേള നടത്തുന്നത്. എല്ലാവരും ആന കേരളത്തിലെ എണ്ണം പറഞ്ഞ 11 ഗജരാജാക്കന്മാർ ഗജമേളയുടെ ഭാഗമായി വിവിധ കാമഡി കുംഭകുട ഘോഷയാത്രയുടെ അവരോടൊപ്പം അകമ്പടി സേവിച്ചുകൊണ്ട് ഇവിടെ എത്തിയത് ആമ്പാടി ബാലനും, മുണ്ടക്കൽ ശിവനന്ദൻ, അരുണിമ പാർത്ഥസാരഥി, കീഴൂട്ട് വിശ്വനാഥൻ, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, ചിറക്കൽ ശബരിനാഥ്, പട്ടാമ്പി മണികണ്ഠൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സമാരംഭിക്കുകയാണ്. 2026 ഇത്തിത്താന ഗജമേള സമാരംഭിക്കുകയാണ്. ഗജരാജന്റെ പുറത്ത് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് എഴുന്നള്ളിക്കുന്നു. അതുപോലെ ഏറ്റവും ലക്ഷണമൊത്ത ഏറ്റവും സൗന്ദര്യത്തികമുള്ള ഗജരാജന് ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ താന്ത്രിക ആചാര്യൻ ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് സൂര്യകാലടിമന മഹാഗണപതി ദേവസ്ഥാനം വക ഗജരാജ പട്ടം ബഹുമതി സമ്മാനിക്കുന്നതാണ്. 2026 ഇത്തിത്താന ഗജമേള സമാരംഭിക്കുകയാണ്. ഈ ഗജമേളയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഉയരമുള്ള ഗജരാജന്റെ പുറത്ത് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് എഴുന്നള്ളിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഇത്തിത്താന നിവാസികളുടെ മനസ്സിൽ ആ ദേശത്തിലമയുടെ ആവേശോജ്വലമായ അലകൾ തീർത്തുകൊണ്ട് ഒരു ഉത്സവകാലം കൂടി കടന്നു വരുമ്പോൾ 2026 തിരുവുത്സവത്തില് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് ഏറ്റുവാനുള്ള നിയോഗം ഏത് ഗജരാജനാണ്, ഏത് കുംഭകുട ഘോഷയാത്രയോടൊപ്പം എത്തിയ ഗജരാജനാണ് ആ സൗഭാഗ്യം ലഭിക്കുന്നതെന്ന് അറിയുവാനായിട്ടുള്ള നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം ബാക്കിയാവുകയാണ് ഇന്നത്തെ ഈ ഗജമേളയിൽ. ഈ ഗജരാജ സംഗമത്തിൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ഗജരാജ സംഗമത്തിൽ ഏറ്റവും ഉയരമുള്ള ഗജരാജന്റെ പുറത്ത് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് എഴുന്നള്ളിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും സൗന്ദര്യത്തികമുള്ള ലക്ഷണമൊത്ത ഗജരാജന് ക്ഷേത്രത്തിന്റെ താന്ത്രിക ആചാര്യനായിട്ടുള്ള ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് സൂര്യകാലടിമന മഹാഗണപതി ദേവസ്ഥാനത്തിന്റെ ഗജരാജപട്ടം ബഹുമതിയും സമ്മാനിക്കുകയാണ്. ഗജരാജന് സൂര്യകാലടി ഗജരാജരത്നം ബഹുമതി സമ്മാനിക്കുന്നതാണ്. സൂര്യകാലടി മഹാഗണപതി ദേവസ്ഥാനം വക സൂര്യകാലടി ഗജരാജരത്നം ബഹുമതി ഏറ്റവും ലക്ഷണമൊത്ത ഏറ്റവും സൗന്ദര്യത്തിലുള്ള ഗജരാജന് നമ്മുടെ താന്ത്രിക ആചാര്യനായിട്ടുള്ള സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ 2026 തിരുവുത്സവത്തിന് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് ഏറ്റുവാനുള്ള ഗജരാജൻ ഏതാണ് എന്നറിയുവാൻ ഏതാനും നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പ് ആവുകയാണ്. ഈ ഗജമേള അവസാനിച്ച് കഴിയുമ്പോൾ ആനകൾ ഇവിടെ തന്നെ നിന്നാൽ മതിയാകും. ആനച്ചമയങ്ങൾ ഇവിടേക്ക് തന്നെ എത്തിച്ചു നൽകുന്നതാണെന്ന് അറിയിക്കുന്നു.
ഗജമേള സമാപിച്ചു കഴിയുമ്പോൾ ആനകളെ ഇവിടെ തന്നെ നിർത്തേണ്ടതാണ്. മുഴുവൻ ആളുകൾക്കുമുള്ള ആനച്ചമയങ്ങൾ ഇവിടെ എത്തിച്ച് നൽകുന്നതാണ് എന്ന് അറിയിക്കുന്നു. ഏത് ഗജരാജനാണ് ലഭിക്കുന്നത്? ഏത് കുണ്ടകുട കാവടി ഘോഷയാത്രയോടൊപ്പം എത്തിയ ഗജരാജനാണ് ആ സൗഭാഗ്യം ലഭിക്കുന്നത് എന്ന നീണ്ട ഒരു കാത്തിരിപ്പ്, ആ ഒരു ആകാംക്ഷയ്ക്ക് വിരാമമാവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ ഒരു കാര്യത്തിന് തീരുമാനമാകുന്നു. 2026 ഇത്തിത്താനം ഗജമേളയിൽ ഏറ്റവും വലിയ ഗജരാജന്റെ പുറത്ത് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിടമ്പ് എഴുന്നള്ളിക്കുന്നതും അതുപോലെ ഏറ്റവും ലക്ഷണമൊത്ത ഗജരാജന്റെ പുറത്ത് ഏറ്റവും ലക്ഷണമൊത്ത സൂര്യകാലടി വലത്തേക്കോട്ട് ഉഷശ്രീ ശങ്കരൻകുട്ടി, ഇടത്തേക്കോട്ട് ചൈത്രം അശു. 2026 സൂര്യകാലടി മേള ഏർപ്പെടുത്തിയിരിക്കുന്ന ഗജരാജപട്ടത്തിന് അർഹമായിരിക്കുന്നത് 3 പേരുടെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കീഴൂട്ട് വിശ്വനാഥനെ പ്രഖ്യാപിക്കുക. എല്ലാവരും ബഹളമുണ്ടാക്കാതെ സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രം തന്ത്രി സൂര്യകാലടി സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിനോട് ഗജരാജപട്ടം സമർപ്പിക്കുവാൻ അദ്ദേഹം ഇപ്പോൾ ഗജരാജപട്ടം സമ്മാനിക്കുന്നതാണ്. ഗജമേളയിൽ പങ്കെടുത്ത എല്ലാ ആനകൾക്കുമുള്ള ചമയങ്ങൾ ഇവിടെ തന്നെ നൽകുന്നതാണ്. മുഴുവൻ ആനകൾക്കുമുള്ള ചമയങ്ങൾ ഇവിടെ തന്നെ എത്തിച്ച് നൽകുന്നതാണ്.